നമസ്കാരം. ഗൾഫ് ടുഡേ തുടങ്ങുന്നു. ഞാൻ ദില്ല മധു. പശ്ചിമേഷ്യൻ സംഘർഷ വാർത്തകളിലേക്കാണ് ആദ്യം. യുദ്ധം മുറുകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം തള്ളി ഇറാൻ. ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടയ്ക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ഭീഷണികൾ രാജ്യത്തെ ഒന്നിപ്പിക്കുന്നുവെന്നായിരുന്നു ഇറാൻ പ്രസിഡന്റിന്റെ പ്രതികരണം. ഇറാൻ മരിച്ചെന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ F-15 യുദ്ധവിമാനം തകർത്തെന്ന് ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട്. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകളുമായി തുർക്കി രംഗത്തു വന്നു. 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് IRGCയുടെ പ്രതികരണം. ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടയ്ക്കുമെന്നാണ് മുന്നറിയിപ്പ്. പിന്നാലെ ഇറാനെതിരുള്ള ഭീഷണികൾ സധൈര്യം നേരിടുമെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രതികരണം പുറത്തുവന്നു. ഭീഷണികൾ രാജ്യത്തെ ഒന്നിപ്പിക്കും, ശത്രുരാജ്യങ്ങൾക്കൊഴികെ ഹോർമൂസ് തുറക്കുമെന്നും എക്സിലൂടെ പെസഷ്കിയാൻ വ്യക്തമാക്കി. അതിനിടെ ഇറാൻ മരിച്ചെന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇനി അമേരിക്കയുടെ ശത്രു ഡെമോക്രാറ്റിക് പാർട്ടിയാണെന്നും ട്രംപ്. ഇറാനെതിരായ യുദ്ധത്തിൽ പങ്കുചേരാൻ യൂറോപ്യൻ രാജ്യങ്ങളോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഹ്വാനം ചെയ്തു. ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രം തകർത്തെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമൂസിന്റെ തെക്കൻ തീരത്ത് വെച്ച് അമേരിക്കയുടെ F-15 യുദ്ധവിമാനം തകർത്തെന്ന് അവകാശപ്പെട്ട ഇറാൻ ദൃശ്യങ്ങളും പുറത്തുവിട്ടു. പശ്ചിമേഷ്യൻ യുദ്ധം അപകടകരമായ ഘട്ടത്തിലാണെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചയുമായി തുർക്കി രംഗത്തെത്തി. ഇറാൻ, ഈജിപ്ത്, US, യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളുമായി തുർക്കി ചർച്ച നടത്തി. അമേരിക്കയുടെ നിലപാട് സുപ്രധാനമെന്നും തുർക്കി. ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസി അഭിപ്രായപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക് 24. GCC രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണം തുടരുകയാണ്. സൗദി അറേബ്യ ലക്ഷ്യമിട്ടെത്തിയ മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധസേന തകർത്തു. ഇന്നും ഇറാൻ എംബസി ഉദ്യോഗസ്ഥരോട് 24 മണിക്കൂറിനകം രാജ്യം വിടണമെന്ന് സൗദി അറേബ്യ ഉത്തരവിട്ടിട്ടുണ്ട്. ഇറാന്റെ നടപടികളെ അപലപിച്ച് GCC സെക്രട്ടറി ജനറൽ രംഗത്തു വന്നു. അതിനിടെ ഖത്തറിൽ സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണ് 7 പേർ മരിച്ചതായി ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇറാന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ ആക്രമണത്തിനാണ് ഇന്ന് GCC രാജ്യങ്ങൾ സാക്ഷ്യം വഹിച്ചത്. UAE ലക്ഷ്യമിട്ടെത്തിയ 4 ബാലിസ്റ്റിക് മിസൈലുകളും 25 ഡ്രോണുകളും പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തകർത്തു. UAEയിൽ പരിക്കേറ്റവരുടെ എണ്ണം 160 ഉയർന്നു. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യ ലക്ഷ്യമിട്ടെത്തിയ 20 ഡ്രോണുകൾ പ്രതിരോധ വിഭാഗം വിജയകരമായി തകർത്തു. റിയാദ് നഗരത്തിന് നേരെ തൊടുത്ത 3 ബാലിസ്റ്റിക് മിസൈലുകളിൽ 1 ആകാശത്ത് വെച്ച് നശിപ്പിച്ചു. മറ്റു 2 മിസൈലുകൾ വിജനമായ പ്രദേശത്താണ് പതിച്ചത്. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിനിടെ ഖത്തറിൽ സൈനിക ഹെലികോപ്റ്റർ കടലിൽ തകർന്നു വീണു. പതിവ് ഡ്യൂട്ടിക്കിടെയുണ്ടായ സാങ്കേതിക തകരാറാണ് കാരണം. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 7 പേരും മരണപ്പെട്ടു. ഈ അപകടത്തിന് നിലവിലെ ഇറാൻ-ഇസ്രായേൽ സംഘർഷവുമായി ബന്ധമുള്ളതായി സൂചനകളില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. അതേസമയം നയതന്ത്ര തലത്തിൽ കടുത്ത നടപടികളുമായി സൗദി രംഗത്തെത്തി. റിയാദിലെ ഇറാൻ എംബസിയിലെ മിലിറ്ററി അറ്റാഷെ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥരോട് 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ സൗദി ആവശ്യപ്പെട്ടു. 2023 ബീജിംഗ് കരാറിന്റെ ലംഘനമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് സൗദി ആരോപിച്ചു. ഇതിനിടെ ഇറാൻ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ അപലപിച്ച് GCC സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദേവി രംഗത്തെത്തി. അടിസ്ഥാന സൗകര്യങ്ങൾക്കും എണ്ണ നിലയങ്ങൾക്കും നേരെയുള്ള ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 24 ജിദ്ദ. ഒമാനിലെ പ്രളയത്തിൽ മരണം 9 ഉപേക്ഷിക്കപ്പെട്ട മണ്ണ് നിർമ്മിതമായ കെട്ടിടം തകർന്ന് 4 കുട്ടികൾ മരിച്ചു. റുസ്ഖത്ത് വിലായത്തിലാണ് സംഭവം. ഇന്നലെ മസ്കറ്റ് ബർക്കയിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ച 3 മലയാളികളുടെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ദുബായിൽ നിന്ന് ചേരുകയാണ്. റഹീസ്, 3 മലയാളികൾ ഉൾപ്പെടെ 9 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഇവരെ എപ്പോഴേക്ക് ഈ മൃതദേഹം നാട്ടിലെത്തിക്കും? ഒപ്പം ഒമാനിലെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? നിലവിൽ ഒമാനിലെ പല മേഖലകളിലും വെള്ളക്കെട്ടാണുള്ളത്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിൽ ആണ് എന്നുള്ളതാണ് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെയും പുറത്തു വരുന്നുണ്ട്.
മഴ കഴിഞ്ഞ ഒരു 1.5 ദിവസമായി തുടരുകയാണ്. പല പ്രദേശങ്ങളിലും ശക്തമായ മഴയുണ്ട്. മഴ നിന്നാൽ തന്നെയും ഈ വെള്ളക്കെട്ട് രൂക്ഷമാണ്. അത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നത് കൊണ്ട് പലരെയും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കൃത്യമായൊരു സംവിധാനം പോലീസും ഒപ്പം തന്നെ ദുരന്ത നിവാരണ ഏജൻസികളും ഒക്കെ ചേർന്നുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷേ അത് ഒരു വലിയ രീതിയിൽ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അത് വ്യാപിപ്പിച്ച് സമയബന്ധിതമായി അത് തീർക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. അപ്പോൾ അതിലൊക്കെയും ഇപ്പോൾ നേതൃത്വം നൽകി വരികയാണ്, പുരോഗമിക്കുകയാണ് എന്നാണ് അറിയിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇന്ന് വൈകിട്ട് 4 കുട്ടികൾ ഈ ഒരു കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ചു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു വിവരമാണ്. അത് കുട്ടികൾ 7 പേർ ചേർന്നുകൊണ്ട് ഒരു കെട്ടിടത്തിൽ നിന്ന് കളിക്കുകയായിരുന്നു. അതായത് ഹെയ്ംലി പ്രദേശത്ത് റുസ്താഖ് വിലായത്തിലെ അൽ ഹൈംലി പ്രദേശത്ത് ഒരു പഴയ കെട്ടിടത്തിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ്. അവരിൽ 4 പേർ മരിച്ചു, 3 പേർക്ക് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിനപ്പുറം രാവിലെ മലയാളികൾ മരിച്ച വിവരങ്ങൾ വന്നിരുന്നു. ഈ മലയാളികളുടെ മൃതദേഹം നാളെയോടുകൂടി എത്തിക്കും എന്നാണ് അറിയുന്നത്. അതിൽ ഒരാളുടെ മൃതദേഹം, ഈ മരിച്ച പുരുഷന്റെ മൃതദേഹം ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ ഒമാനിൽ നിന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയതായിട്ട് ചില സന്നദ്ധ സംഘടനകളൊക്കെയും അറിയിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മൃതദേഹം ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തിക്കും എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനം മഴ നാളെ ഉച്ചവരെ തുടരും എന്നാണ് നിലവിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു ചില ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൂടി വരും ദിവസങ്ങളിൽ മഴയുണ്ടാകും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ദിൽന. ശരി റഹീസ്, മഴക്കെടുതി ഒമാനിൽ വളരെ രൂക്ഷമാണ്. അതിനിടെ UAE-യിൽ മഴ മുന്നറിയിപ്പ് ഉണ്ട്. അടുത്ത 5 ദിവസം ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെ പുലർച്ചെ UAE-യിൽ മഴ ലഭിച്ചിരുന്നു. ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പുതുക്കിയ മുന്നറിയിപ്പിലാണ് അടുത്ത 5 ദിവസം UAE-യിൽ മഴയുണ്ടാകുമെന്നുള്ളത്. നാളെ പുലർച്ചെ മുതൽ മഴ ആരംഭിക്കും. രാത്രിയോടെ വ്യാപക മഴയുണ്ടാകും. വടക്കൻ പ്രദേശങ്ങളിലും കിഴക്ക് മേഖലയിലും അല്ലൈനിലും ഉൾപ്പെടെ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച തെക്കൻ മേഖലകളിലും മഴ പെയ്യും. രാത്രിയോടെ മഴ കനക്കുമെന്നും തീരപ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമെന്നും മുന്നറിയിപ്പിലുണ്ട്. ബുധനാഴ്ച പകലും കാര്യമായ മഴയുണ്ടാകുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. വ്യാഴവും വെള്ളിയും സമാന സാഹചര്യത്തിനാണ് സാധ്യത. ഇന്നലെ പുലർച്ചെ UAE-യിൽ കാര്യമായ മഴ ലഭിച്ചിരുന്നു. ചില പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റും മിന്നലുമുണ്ടായി. ഖോർഫക്കാനിലെ ദിബ്ബ അൽ ഫുജേറയിലും ഷീസിലുമാണ് ശക്തമായ മഴ പെയ്തത്. സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് NCM അറിയിച്ചു. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം. വാഹനമോടിക്കുന്നവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും മുന്നറിയിപ്പിലുണ്ട്. ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണെന്ന് വിവിധ അതോറിറ്റികൾ അറിയിച്ചു. 24 ദുബായ്. അത്യാധുനിക സൗകര്യങ്ങളോടെ ബുർജിൽ മെഡിക്കൽ സെന്റർ ദുബായ് സിലിക്കൺ ഒയാസിസിൽ പ്രവർത്തനം ആരംഭിച്ചു. സിലിക്കൺ ഒയാസിസ് നിവാസികൾക്കായി 1 ദശലക്ഷം ദിർഹത്തിന്റെ ആരോഗ്യ പദ്ധതിയും പ്രഖ്യാപിച്ചു. UAE-യുടെ ബിസിനസ് മേഖലയിലുള്ള വിശ്വാസം ശക്തമാണെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ ആരോഗ്യ സേവനദാതാക്കളായ ബുർജിൽ ഹോൾഡിംഗ്സ് ദുബായ് സിലിക്കൺ ഒയാസിസിലെ സിലിക്കൺ സെൻട്രൽ മാളിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ ബുർജിൽ മെഡിക്കൽ സെന്റർ ആരംഭിച്ചത്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പുതിയ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാനും CEO-യുമായ ഡോക്ടർ ഷംഷീർ വയലിൽ, എമിറേറ്റ്സ് എയർലൈൻ ഡെപ്യൂട്ടി പ്രസിഡന്റും ചീഫ് ഓപ്പറേഷൻസ് ഓഫീസറുമായ അദേൽ അഹമ്മദ് അൽ റദ, ദുബായ് സിലിക്കൺ ഒയാസിസ് അതോറിറ്റിയിലെ സെയിൽസ് ആൻഡ് ബിസിനസ് അക്കൗണ്ട്സ് മാനേജ്മെന്റ് സീനിയർ ഡയറക്ടർ ഒമർ അൽ ഫാഹിം, ബുർജിൽ റോയൽ ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി കൺസൾട്ടന്റ് ഡോക്ടർ സയ്യിദ് അൽ ഷെയ്ഖ് എന്നിവരും ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. ബിസിനസ് സംരംഭങ്ങൾക്കും ജനങ്ങൾക്കും UAE എന്നും വലിയ ആത്മവിശ്വാസം നൽകുന്ന രാജ്യമാണെന്നും ആ വിശ്വാസം ശക്തമായി തുടരുകയാണെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. A lot of buildings and a lot of people from all over the world are coming and staying here. And I'm very happy and I'm honored to inaugurate this medical clinic by Dr. Shamsheer. He is the owner of Burjil Holdings and I'm very happy to inaugurate. UAE-യോടുള്ള പ്രതിബദ്ധത ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതും സുസ്ഥിരവുമാണെന്ന് ഡോക്ടർ ഷംഷീർ വയലിൽ. ഇതൊരു കമ്മ്യൂണിറ്റി സെൻ്ററാണ്.
പറഞ്ഞതുമാതിരി തന്നെ ഇവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും നല്ല ബ്രാൻഡ്സാണ് ഇവിടെ ആവശ്യം. അത് ലുലുവിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റിയതിൽ അധികമായ സന്തോഷമുണ്ട്. ഇനിയും കമ്മ്യൂണിറ്റി ഇനീഷ്യേറ്റീവായിട്ട് മുന്നോട്ട് വരുന്നതായിരിക്കും. ഇനിയും പ്ലാൻസ് ഉണ്ട്. ഒരു ഹോസ്പിറ്റൽ ഇപ്പോൾ നമ്മൾ DIPയിൽ ഈ വർഷം ലാസ്റ്റിൽ തുടങ്ങുന്നതായിരിക്കും. അതുമാതിരി തന്നെ ഇനിയും പ്രോജക്ട്സ് വിത്ത് ഓൾ ദി സപ്പോർട്ട് ഓഫ് ദ ഗവൺമെന്റ് വിൽ ബി ഡൂയിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സിലിക്കൺ ഒയാസിസ് നിവാസികൾക്കായി 10 ലക്ഷം ദിർഹത്തിന്റെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഇനിഷ്യേറ്റീവ് ബുർജിൽ ഹോൾഡിംഗ്സ് പ്രഖ്യാപിച്ചു. ഈ പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്ന 1000 താമസക്കാർക്ക് 1000 ദിർഹം വീതമുള്ള ഹെൽത്ത് ക്രെഡിറ്റുകൾ ലഭിക്കും. പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് മെഡിക്കൽ സെന്ററാണ് സിലിക്കൺ സെൻട്രൽ മാളിൽ സജ്ജമാക്കിയിരിക്കുന്നത്. 24 ദുബായ്. മൈജി ഫ്യൂച്ചർ വോട്ടുത്സവം കേരള ഇലക്ഷൻ സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. CPIM BJP ഡീലെന്ന കോൺഗ്രസ് ആരോപണത്തിൽ വിവാദം മുറുകുന്നു. ആരോപണം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും KC വേണുഗോപാലും ഇന്നും രംഗത്തു വന്നു. ആരോപണം അസംബന്ധമെന്ന് CPIM-ഉം ആരോപണത്തിനു പിന്നിൽ പരാജയഭീതിയെന്ന് NDA-യും മറുപടി നൽകി. അതേസമയം പാലക്കാടും നേമത്തും കോൺഗ്രസ് BJP ഡീലുണ്ടെന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വിട്ട NS നുഹൂർ ആരോപിച്ചു. പാലക്കാട് ഉൾപ്പെടെ 10 മണ്ഡലങ്ങളിൽ CPIM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ മണ്ഡലങ്ങളിൽ ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി CPIM BJP-യെ സഹായിക്കുന്നുവെന്നാണ് UDF നേതാക്കളുടെ വിമർശനം. എറണാകുളം ജില്ലയിലെ കിഴക്ക് ഭാഗത്ത് മാത്രമുള്ള ഈ 2020 എവിടെയൊക്കെയാണ് കൊണ്ട് സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത്? NDA-യിലെ ചില ദുർബലരായ ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തിരിക്കുകയാണ്. പല സ്ഥലത്തും CPM സ്ഥാനാർത്ഥികളെ പരസ്പരമുള്ള കൈമാറലാണിത്. വ്യക്തമായിട്ടും ചില സീറ്റുകൾ പരസ്പരം വെച്ചുമാറാനും സഹായിക്കാനും വേണ്ടിയിട്ടില്ല കൃത്യമായ ഡീലാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. BJP-ക്ക് ഒരിക്കലും കിട്ടുകയില്ല എന്ന് ഉറപ്പുള്ള ജനവിഭാഗങ്ങൾ വളരെയധികം ഉൾക്കൊള്ളുന്ന ആ മണ്ഡലത്തിൽ അവിടെ UDF-ന്റെ വോട്ട് ക്യാച്ച് ചെയ്യാൻ സ്വന്തം തന്നെ കൊണ്ടേ നിർത്തിയാൽ അതിന്റെ അർത്ഥം എന്താ? BJP എങ്ങനെയെങ്കിലും ജയിച്ചോട്ടെ എന്നാണ്. എന്നാൽ ഡീൽ വിവാദം ഏറ്റെടുക്കാൻ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തയ്യാറായില്ല. ലോക റെക്കോർഡിനായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നുണ പറയുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി അയാൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ ദിവസവും ഓരോ നുണ. രാവിലെ മുതൽ രാത്രി വരെ നുണ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതിനൊന്നും തള്ളിക്കളി അസംബന്ധാണെന്നും കളവാണെന്നും നുണയാണെന്നും ആരോപണങ്ങൾ NDA നേതാക്കളും തള്ളിയിട്ടുണ്ട്. അധികാരം കിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. എന്നാൽ VD സതീശന് മനസ്സിലായി നൂലിൽ കെട്ടി KC വേണുഗോപാലിനെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ മറ്റൊരാൾക്കും വേണ്ട എന്നുള്ള ഒരു സാഹചര്യത്തെ കലർത്തിക്കൊണ്ടാണോ ഈ വിഷയത്തെ വഴിമാറ്റി വിടാൻ വേണ്ടി ശ്രീമാൻ VD സതീശൻ പരിശ്രമിക്കുന്നത് എന്ന് എനിക്ക് തോന്നുകയാണ്. ഇങ്ങനെയുള്ള നുണപ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് നോക്കുന്നത്. അന്തസ്സുണ്ടെങ്കിൽ പറയട്ടെ, ഞങ്ങൾ ഇന്നയാളെ കണ്ടു, എന്ത് ഡീലാണ് നടത്തിയിരിക്കുന്നത്, എന്താണ് ഡീല്? അതിനിടെ പാലക്കാടും നേമത്തും കോൺഗ്രസ് BJP ഡീലെന്ന ആരോപണം കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ട കോൺഗ്രസ് നേതാവ് NS നുസൂർ ആവർത്തിച്ചു. ഇലക്ഷൻ ഡെസ്ക് 24. കേരളത്തിലെ കോൺഗ്രസ് UDF നേതാക്കളുടെ ആരോപണം ആവർത്തിക്കുകയാണ് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരേഗൌഡ. അധികാരത്തിലേക്കെത്താൻ BJP ഇടതുപക്ഷത്തെ കൂട്ടുപിടിക്കുന്നുവെന്ന് കർണാടക മന്ത്രി ആരോപിച്ചു. വയനാട് കൽപ്പറ്റ മണ്ഡലത്തിൽ UDF കൺവെൻഷനിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. BJP and LDF are working in close understanding. They may say anything, but behind the scenes they are working very closely together. Because ultimately BJP wants to enter into Kerala big way, and that will be possible only if Congress is defeated. And for that purpose, LDF, Communists and BJP are working together. Please understand that the Communist Party is in coordination with BJP. If we don't understand this, if we are not cautious, tomorrow BJP will gain upper hand in Kerala.
കോഴിക്കോട് കൊടുവള്ളിയിലെ മുൻ MLA-യും ഇടതു സഹയാത്രികനുമായിരുന്ന കാരാട്ട് റസാഖ് തിരികെ മുസ്ലിം ലീഗിൽ. പണക്കാടെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിന്ന് കാരാട്ട് റസാഖ് അംഗത്വം സ്വീകരിച്ചു. ചേർത്ത് പിടിക്കുന്നതിൽ ഇടതുപക്ഷം പരാജയമെന്നാണ് കാരാട്ട് റസാഖ് കുറ്റപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായിരിക്കെ മുൻ ഇടത് MLA കാരാട്ട് റസാഖിനെ തിരികെ എത്തിച്ച് മുസ്ലിം ലീഗ്. ിൽ മുസ്ലിം ലീഗ് വിട്ട കാരാട്ട് റസാഖ് ഇടതു സ്വതന്ത്രനായി കൊടുവള്ളിയിൽ അട്ടിമറി വിജയമാണ് നേടിയത്. 2021 മത്സരിച്ചെങ്കിലും MK മുനീറിനോട് പരാജയപ്പെട്ടു. കഴിഞ്ഞ കുറച്ചു കാലമായി CPM-ഉമായി അകൽച്ചയിലായിരുന്നു റസാഖ്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മെമ്പർഷിപ്പ് തന്ന് എന്നെ അനുഗ്രഹിച്ചപ്പോൾ സ്വർഗത്തിലെത്തിയൊരു സുഖം കാണുന്നുണ്ട്. മറ്റൊരു അർത്ഥം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ജീവനോടെ UDF ട്രെൻഡാണെന്ന് തെളിയിക്കുന്നതാണ് തിരിച്ചുവരവെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന് നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തു. ഒരു ഉപാധികളുമില്ലാതെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അദ്ദേഹം മുസ്ലിം ലീഗിൽ സജീവമായി പ്രവർത്തിക്കും എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് തരികയുണ്ടായി. ഇപ്പോൾ ട്രെൻഡ് UDF-ന് അനുകൂലമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. കാരാട്ട് റസാഖ് വളരെ കാലം വലിയ റെക്കോർഡ് ലീഗിന്റെ കൂടെയുള്ള ഒരാളാണ്. ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. കാരാട്ട് റസാഖിനെ പരിഹസിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അയാൾ അവിടെ തന്നെ വന്നല്ലോ. അല്ല, ഞങ്ങൾ സഹയാത്രികയെല്ലാം ചെയ്ത് നിർത്തുന്ന എത്രയോ അനുഭവങ്ങളുണ്ടല്ലോ. കാരാട്ടിന്റെ മാത്രം അനുഭവമല്ലല്ലോ. അപ്പോൾ അദ്ദേഹം എന്തോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ആ പ്രതീക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് പാർട്ടി നിന്നിട്ടുണ്ടാവില്ല. അതായിരിക്കും കാര്യം. അത്രയേ ഉള്ളൂ അതിനെ കാണുള്ളൂ. മദ്രസ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്നും കാരാട്ട് റസാഖ് അറിയിച്ചു. 24 മലപ്പുറം. വർഗീയ പരാമർശത്തിൽ BJP നേതാവും ഗുരുവായൂരിൽ NDA സ്ഥാനാർത്ഥിയുമായ B ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തു പോലീസ്. ഗുരുവായൂർ ടെമ്പിൾ പോലീസാണ് തൃശൂർ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തത്. സാമുദായിക വികാരം ഉപയോഗിച്ച് വോട്ട് തേടിയെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ടെത്തൽ. വർഗീയ പരാമർശത്തിൽ ഉറച്ചുനിന്ന B ഗോപാലകൃഷ്ണൻ ഇന്നും വിവാദ പരാമർശം ആവർത്തിച്ചു. തുടർച്ചയായ വർഗീയ പരാമർശത്തിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തത്. ജനാധിപത്യ പ്രാതിനിധ്യ നിയമം, മാതൃകാ പെരുമാറ്റച്ചട്ടം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. B ഗോപാലകൃഷ്ണൻ സാമുദായിക വികാരം ഉപയോഗിച്ച് വോട്ട് നേടിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ടെത്തൽ. അതേസമയം ഗുരുവായൂരിലെ വർഗീയ പരാമർശത്തിൽ ഉറച്ചുനിൽക്കുകയാണ് B ഗോപാലകൃഷ്ണൻ. വിവാദ പരാമർശത്തിൽ ഉറച്ചുനിൽക്കുക മാത്രമല്ല, ഇന്ന് വീണ്ടും കടുത്ത പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിന് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിതൊക്കെ അന്വേഷിക്കും. B ഗോപാലകൃഷ്ണന്റെ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. പൊന്നാനി എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആസ്ഥാനമാണ് അല്ലേ? അവിടെ ഹിന്ദു MLA-മാരാണ് ഉണ്ടായിരുന്നത് പലപ്പോഴും. ഗുരുവായൂരിൽ മുസ്ലിം MLA-മാരുണ്ടായിട്ടുണ്ട്. പല സ്ഥലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ചില സവിശേഷതകളാണ്. പിന്നെ BJP-ക്കാർ ഇത് പറയണതിൽ വല്ല അത്ഭുതം ഉണ്ടാവില്ല. ജാതി പറഞ്ഞ് മതം പറഞ്ഞ് അവർ വോട്ട് പിടിക്കുന്നു. 24 തൃശൂർ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി അമ്പലപ്പുഴയിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയും CPIM മുൻ നേതാവുമായ G സുധാകരൻ. പിണറായി വിജയൻ വിജയിക്കുന്ന ധർമ്മടത്ത് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും LDF ജയിക്കും. മുഖ്യമന്ത്രിയുടെ ചെറ്റത്തലം പരാമർശത്തിൽ അഭിമാനമെന്നും UDF ജനറൽ ബോഡി യോഗത്തിൽ G സുധാകരന്റെ മറുപടി. G സുധാകരന് പാർലമെന്ററി വ്യാമോഹമെന്ന് CPIM നേതാക്കൾ ആവർത്തിച്ചു പറയുന്നതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശന ശരം. 9ാം തവണയാണ് പിണറായി വിജയൻ മത്സരിക്കുന്നത്. ജയിക്കുന്നത് ധർമ്മടത്ത് നിന്ന് മത്സരിക്കുന്നതുകൊണ്ടാണെന്നും ആര് നിന്നാലും അവിടെ ജയിക്കുമെന്നും G സുധാകരൻ. പാർലമെന്റ് വ്യാമോഹമാണ് എനിക്ക്. മുഖ്യമന്ത്രി പറഞ്ഞതാ പറയുന്നത്. അദ്ദേഹം 9 തവണ മത്സരിച്ചു. അവിടെ തോക്കത്തില്ലാരും. ആ സീറ്റ് അങ്ങനെ അതുകൊണ്ടാണ് ജയിച്ചത്. G സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനും മറുപടി. ചെറ്റയെന്ന് വിളിച്ചതിൽ അഭിമാനം. മുഖ്യമന്ത്രിക്ക് മലയാള ഭാഷയുടെ അർത്ഥഭേദങ്ങൾ അറിയില്ലെന്നും പരിഹാസം. ചെറ്റ എന്ന് വിളിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ ചെറ്റപ്പുഴകളുടെ പ്രതീകമാണ് ചെറ്റ എന്ന് പറയുന്നത്. എന്നാൽ ദീപോട ചെറ്റ എന്നുള്ള മാത്രമല്ല അർത്ഥം. അദ്ദേഹത്തിന് മലയാള ഭാഷയുടെ അർത്ഥഭേദങ്ങൾ അറിയില്ല. നിഘണ്ടു വായിച്ചിട്ടില്ല. അമ്പലപ്പുഴയിൽ നടന്ന UDF ജനറൽ ബോഡി യോഗത്തിലെ പ്രസംഗത്തിലാണ് G സുധാകരൻ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചത്. G സുധാകരനോട് സഹതാപമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്. സത്യം പറഞ്ഞാൽ ആ തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്ന കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നി, സഹതാപം തോന്നി.
ചില വ്യക്തിത്വങ്ങൾക്ക് സ്ഥാനമാനങ്ങളോടുള്ള ആർത്തി കൂടിയിട്ട് ഇതുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യണം. ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചത് തലകീഴായാണെന്നും നിലവിലെ അവസ്ഥയിൽ സഹതാപം അർഹിക്കുന്നില്ല എന്നും എ വിജയരാഘവൻ പരിഹസിച്ചു. 24 ആലപ്പുഴ. നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ UDF തരംഗമുണ്ടാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. BJP CPM ഡീൽ കേരളത്തിൽ ഉടനീളമുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഇത് പ്രകടമാണെന്നും KC വേണുഗോപാൽ 24നോട് പറഞ്ഞു. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് KC വേണുഗോപാലാണ്. എന്തായാലും പ്രചാരണ പരിപാടികളിലൊക്കെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്ത് തോന്നുന്നു? വൻ വിജയം ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, തരംഗം ഉണ്ടാവും. UDFന്റെ ഒരു തരംഗം അതാണ് ദൃശ്യമാകുന്നത്. നിങ്ങൾ നോക്കൂ, ഈ ആവേശം, ഈ ജനപങ്കാളിത്തം നോക്കൂ. ഇത് കോൺഗ്രസിന്റെ UDFന്റെയും മാത്രമല്ല, ജനങ്ങളൊട്ടാകെ ഒരു മാറ്റത്തിന് വേണ്ടി നിൽക്കുകയാണ്. തരംഗമായിരിക്കും UDFന്റെ. 100-110 സീറ്റ് ഉൾപ്പെടെയാണ് പലപ്പോഴും പറയുന്നുണ്ട്. ആ സാധ്യത കവിയുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. തുടക്കത്തിൽ തന്നെ അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം എന്താണ്? അതാണ് നമ്മൾ പോകുമ്പോൾ, ഇലക്ഷന് പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാലമായി ഇലക്ഷൻ കാണുന്നത്. ജനങ്ങളുടെ ആവേശം കണ്ടാൽ അറിയാം. റിയൽ പാലക്കാട് ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ വരുന്നുണ്ട്. അത്തരത്തിലൊരു ഡീൽ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായിട്ടും കേരളത്തിൽ BJP LDF ഡീലുണ്ട് എന്നുള്ള കൃത്യമാണ്. CPM BJP LDF UDF BJP എന്നല്ല ഞാൻ പറഞ്ഞത്, CPM BJP ഡീലുണ്ട്. അത് കൃത്യമാണ്. അത്തരത്തിലൊരു വിസിബിലിറ്റി ഉണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അന്വേഷിച്ചു. പാലക്കാട് മാത്രമല്ല, കേരളത്തിലുണ്ട്. എന്തായാലും പാലക്കാട് ഡീൽ സംബന്ധിച്ചുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ്. എല്ലായിടത്തു നിന്നും വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട്. UDF അധികാരത്തിൽ വരും എന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. ക്യാമറാമാൻ അരുണിനൊപ്പം വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ വ്യാജാരോപണത്തിൽ പോലീസിൽ പരാതി നൽകി മുസ്ലിം ലീഗ്. സാദിഖ് അലി തങ്ങളെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനുള്ള നീക്കത്തെ എതിർക്കുമെന്ന് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. വ്യാജ പ്രചാരണങ്ങളിൽ ആരും വഞ്ചിതരാകരുത് എന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലുണ്ടായ ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ കാര്യങ്ങളുടെ മന്ത്രിസഭാ സമിതി യോഗം ചേർന്നു. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഹ്രസ്വ ദീർഘകാല നടപടികൾ യോഗത്തിൽ വിലയിരുത്തി. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കേരളത്തിൽ സർക്കാർ വകുപ്പുകൾക്ക് ഇന്ധനം കടം നൽകാനാവില്ല എന്ന നിലപാട് പമ്പുടമകൾ അറിയിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നതാണ് എണ്ണ കമ്പനികളെ വിലവർധനയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. നിലവിൽ 1 ബാരൽ ക്രൂഡ് ഓയിലിന് $120 വില. ഇത് $150 എത്തുകയാണെങ്കിൽ സാധാ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നാണ് എണ്ണ കമ്പനികളുടെ മുന്നറിയിപ്പ്. ഇതിനു പുറമെ വിമാന ടിക്കറ്റ് നിരക്ക് ഉയർന്നേക്കാമെന്ന് വ്യോമയാന മന്ത്രാലയവും വ്യക്തമാക്കി. അടുത്ത മാസം മുതൽ വിമാന കമ്പനികളെ പ്രതിസന്ധി ബാധിക്കുമെന്ന് എയർ ഇന്ത്യയും ചൂണ്ടിക്കാട്ടുന്നു. അതിനിടെ 47,236 ടൺ LPGയുമായി അമേരിക്കയിൽ നിന്നുള്ള പിക്സിക്സ് പൈനിയർ കപ്പൽ മംഗലാപുരം തുറമുഖത്തെത്തി. ഇതിനു പുറമെ 2 ഇന്ത്യൻ LPG കപ്പലുകൾ ഉടൻ ഹോർമോസ് കടലിടക്ക് കടക്കുമെന്നാണ് വിവരം. അതേസമയം കേരളത്തിലും ഇന്ധന പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. സർക്കാർ വകുപ്പുകൾക്കിനി ഇന്ധനം കടം നൽകാനാവില്ലെന്നാണ് പമ്പ് ഉടമകളുടെ നിലപാട്. കുടിശ്ശിക തുക ഉടൻ തരണമെന്ന് ചൂണ്ടിക്കാട്ടി പമ്പ് ഉടമകളുടെ സംഘടന മുഖ്യമന്ത്രിക്കും വിവിധ വകുപ്പുകൾക്കും കത്തയച്ചു. പോലീസ് വകുപ്പ് മാത്രം നൽകാനുള്ളത് 400 കോടിയെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. 24 ഡൽഹി. പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.